അപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം വളരെ രസകരമായ ചോദ്യമാണ്. പഴയ നിയമം ഇപ്പോൾ വേണ്ടെന്ന് വെച്ചത് ആദ്യം പറഞ്ഞത് അബദ്ധമായി പോയെന്ന് പിന്നീട് ദൈവത്തെ തോന്നിയോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ പഴയ നിയമം സാധാരണഗതിയിൽ ഞാൻ പറയാറില്ല. പഴയ നിയമം ഫസ്റ്റ് ടെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ യഹൂദ സമൂഹത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതൊരു വലിയൊരു എന്താ പറയുന്നത്, അവർക്ക് ഒരു ജാള്യത ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ടെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണമാണ്. യേശു പറഞ്ഞത് ഞാൻ അതിനെ ഇല്ലാതാക്കാൻ വന്നതല്ല, പക്ഷേ അത് പൂർത്തീകരിക്കാൻ വന്നു എന്നുള്ളൊരു വാക്ക് സുവിശേഷങ്ങളിലുണ്ട്. രണ്ടാമത് എന്നോട് ചോദിച്ചിരിക്കുന്നത് വേദങ്ങളിൽ മാറ്റം വന്നു എന്നത് സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. മാറ്റം വന്നിട്ടുണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വേദങ്ങളിൽ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. മാറ്റം വരേണ്ട ആവശ്യമില്ല. കാരണം നേരത്തെ മൗലവി പറഞ്ഞ പോലെ നമുക്ക് ഏകത്വം, ആ ഒരു ഏകദൈവ വിശ്വാസത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പല വിധത്തിൽ നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ഏകം സത്ത് വിഭ്രാന്തി ബഹുത വദന്തി അല്ലേ, ആ ഒരു ഉപനിഷത്ത് വാക്യം ഇഷ്ടംപോലെ കാര്യങ്ങൾ ശ്ലോകങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഈ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് എൻ്റെ മനസ്സിലേക്ക് ഒരു മിനിറ്റ് കൂടി പറഞ്ഞേക്കാം. റൈമണ്ടോ പണിക്കർ എന്ന് പറയുന്നത് പാലക്കാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ. അദ്ദേഹം ജനിച്ച് മരിച്ചത് സ്പെയിനിലാണ്, ബാർസലോണയ്ക്ക് അടുത്തുള്ള ടവർടെറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് 3 ഡോക്ടറേറ്റ്സ് ഉണ്ട്, 3 PhD കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ ദൈവശാസ്ത്രവും അതുപോലെ തന്നെ രസതന്ത്രത്തിലൊക്കെ PhD കഴിഞ്ഞിട്ട് ഫിലോസഫിയിൽ PhD ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് മതങ്ങളുടെ ആ ഒരു മനോഹാരിത അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തീസിസ് എഴുതിയപ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹത്തെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത്. അതിനകത്തൊരു ബഹുത്വം കലർന്നതുകൊണ്ട് ആ ഒരു ഇടുങ്ങിയ കാഴ്ചപ്പാട് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തെ പുറത്താക്കി എന്നാണ് പറയുന്നത്. റൈമണ്ട് പണിക്കറിൻ്റെ കാഴ്ചപ്പാട് വളരെ മനോഹരം. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് ഞാൻ ഒരു ഹിന്ദുവാണെന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ ക്രൈസ്തവനായി തുടർന്നുകൊണ്ട് ബുദ്ധമതത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു മതങ്ങളുടെയും ഒക്കെ സാരാംശം എന്നിലേക്ക് ആർജിച്ചെടുക്കുവാനും വേണ്ടിയാണ് എന്ന് മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. റൈമണ്ട് പണിക്കരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കൂടുതൽ പ്രചരിപ്പിക്കുവാനും ഒക്കെ പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. നമസ്കാരം. വളരെ സന്തോഷം. ഇനി നമ്മളോട് സ്വാമി പ്രബോധത്തിൽ സംസാരിക്കും. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ ലിയാഖത്ത് അലി അവറുകൾ ശ്രദ്ധേയമായൊരു മാനത്തിലേക്ക് നമ്മുടെ ചർച്ചയിൽ കൊണ്ടുപോയി. അദ്ദേഹം പറയുകയുണ്ടായി, നമ്മളെല്ലാവരും ഈശ്വരന് ദൈവത്തിൻ്റെ വലിയ ദാർശനികമായ തലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന സാമാന്യ ജനങ്ങൾക്ക് അവർക്ക് ഈ ദാർശനികമായ തലത്തെക്കുറിച്ച് അവർ അവബോധരാണ്. ഈ ദർശനം ജനങ്ങളുടെ ജീവിതമായിട്ട് മാറുന്നുണ്ടോ ദൈവത്തെക്കുറിച്ചുള്ളത്? ഞാൻ എൻ്റെ കഴിഞ്ഞ സെക്ഷനിൽ അവസാനം പറഞ്ഞു നിർത്തിയത് അതാണ്. എല്ലാ പ്രാണികളിലും, കേവലം മനുഷ്യരിൽ മാത്രമല്ല, പുല്ല് മുതൽ ബ്രഹ്മാവ് വരെയുള്ള, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൽ ഏറ്റവും ഉയർന്ന ഒരു ജീവി വിശേഷമായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പോൾ ബ്രഹ്മാവ് വരെയുള്ള എല്ലാറ്റിനും കുടികൊള്ളുന്നത് ഒരേ ഒരു ചൈതന്യമാണെന്ന് പറഞ്ഞ ഉപനിഷത് ദർശനം ഉൾക്കൊള്ളുന്ന ഹിന്ദുമതത്തിലല്ലേ ഈ കഠിനമായ ജാതീയത ഉള്ളത് അല്ലേ? ഈ ശ്രീനാരായണ ഗുരുദേവൻ എന്തിനു വേണ്ടി അവതരിച്ചു, എന്തിനു വേണ്ടി പടപൊരുതി? ഈ ഏകത്വം പറയുകയും ദാർശനിക തലത്തിൽ അദ്വൈതം പറയുകയും
വ്യവഹാര തലത്തിലേക്ക് വരുമ്പോൾ നീ ബ്രാഹ്മണൻ, നീ ക്ഷത്രിയൻ, നീ വൈശ്യൻ, നീ ശൂദ്രൻ, നിന്നെ ഇങ്ങോട്ട് കയറ്റാൻ കൊള്ളാത്തവൻ. അതുകൊണ്ട് മഹാകവി കുമാരനാശാൻ സങ്കടപ്പെട്ട് പറഞ്ഞു, എന്തൊരു വൈകൃതം ബ്രഹ്മവിദ്യ എന്ന്. നിന്നിൽ എന്തി കാണുന്ന വൈപരീത്യം. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഒരു അദ്വൈത സത്യമാണെന്ന് പറഞ്ഞിട്ട് വ്യവഹാര തലത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. അപ്പൊ ഈശ്വരൻ, ദൈവം നമ്മുടെ വ്യവഹാര ജീവിതത്തിന് ഉപയുക്തമല്ലെങ്കിൽ ആ ദൈവത്തെ കൊണ്ട് നമുക്ക് വിശേഷിച്ച് ഒരു കാര്യമില്ല. എന്നാൽ ഒന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ, ഇത് മതത്തിന്റെ മാത്രം കുഴപ്പമല്ല. നമ്മളെല്ലാ കുഴപ്പവും മതത്തിന്റെ തലയിൽ കെട്ടിവെച്ച് നാം സ്വയം രക്ഷപ്പെടേണ്ട കാര്യമില്ല. ഈ കുഴപ്പങ്ങളെല്ലാം വൈയക്തികമാണ്, വ്യക്തിഗതമാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറിയൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവയ്ക്കുള്ള ഉത്തരങ്ങളും ഒന്ന് പറയാൻ ശ്രമിച്ച് ഈ ഒരു സെക്ഷൻ ഉപസംഹരിക്കുകയാണ്. ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണ വേദികളും പറയുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ നമ്മുടെ മൗലവി സാഹിബിൻ്റെ സെൻറ്ററിൽ പഠന ക്ലാസ്സിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. അതായത് മതം ഉദ്ഘോഷിക്കുന്ന ദാർശനിക തലവും വ്യവഹാര ജീവിതത്തിൽ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം. ഒരിക്കലും ഞാൻ കാശിയിൽ പോയ സമയത്ത്, വാരണാസിയിൽ പോയ സമയത്ത്, അവിടെ ഒരു ആശ്രമത്തിൽ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആ ആശ്രമം വളരെ പ്രസിദ്ധമായ ആശ്രമമാണ്. ഉത്തരഭാരതത്തിൽ നമ്മൾ എല്ലാ ആശ്രമങ്ങളും പോയി കഴിഞ്ഞാൽ അവിടെ അന്നക്ഷേത്രം ഉണ്ടാകും. അന്നക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഭക്തന്മാർക്കും നാട്ടുകാർക്കൊക്കെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. അതേപോലെ ഈ ഒരു സ്ഥലത്ത് ഞാൻ പോയി, അതൊരു ഗുരുകുലമാണ്. ഈ ഏകത്വം പറയുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുകുലം. അവിടെ ഒരുപാട് ബ്രഹ്മചാരിമാരും സന്യാസിമാരൊക്കെ താമസിച്ചുകൊണ്ട് ഭഗവത്ഗീതയും ഉപനിഷത്തും വേദങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പം ഭക്ഷണം ഇങ്ങനെ വിളമ്പി കൊടുക്കുക. ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ പൊതുവായ ശിവഗിരി മഠത്തിലുമുണ്ട്, എല്ലാ ആശ്രമങ്ങളിലും ഭക്ഷണം വിളമ്പുമ്പോൾ ഭഗവത്ഗീതയിലെ 15-ാം അധ്യായം ചൊല്ലും. അതിൽ കുറച്ച് ശ്ലോകം മാത്രമേ ഉള്ളൂ. ഊർദ്ധമൂലം അധശാശ്വത്വം പ്രാഹുരഭ്യം എന്ന് തുടങ്ങുന്ന അധ്യായം പൂർണ്ണമായിട്ട് ചൊല്ലുന്ന വേളയിലായിരിക്കും ഈ അന്തേവാസികൾ അതിഥികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക. എന്നിട്ട് ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിക്കും. അങ്ങനെയാണ് സിസ്റ്റം സാമാന്യ ആശ്രമങ്ങളുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു. എൻ്റെ മുമ്പിലൊക്കെ അതിഥികളുണ്ട്. ഈ ഭക്ഷണം വിളമ്പുന്ന, വേദാന്തം പഠിക്കുന്ന, ഏകത്വം പഠിക്കുന്ന, അദ്വൈതം പഠിക്കുന്ന ആളുകൾ, ആ ചെറുപ്പക്കാർ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കണം. അവര് ഭക്ഷണം കഴിക്കാമെന്ന കുറച്ച് ആളുകളുടെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് ഹിന്ദിയിൽ ഭയങ്കര ചീത്ത പറഞ്ഞ് പുറത്താക്കിയവർ കടക്ക് പുറത്തു പോകാറുണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഇവിടുത്തെ മാനേജറോട് ചോദിച്ചു. കാരണം നമ്മൾ മലയാളികൾ, നമ്മുടെ എത്ര വലിയ ശത്രുവായാലും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ശത്രുവായാൽ പോലും ചോദിച്ചാൽ വെള്ളം കൊടുക്കും. അത് നമ്മുടെ സംസ്കാരമാണ്. എന്നിരിക്കെ പവിത്രമായ ഒരു ആശ്രമാന്തരീക്ഷത്തിൽ എൻ്റെ ഇപ്രകാരം സംഭവിച്ചു എന്ന് ഞാൻ ആ മാനേജറോട് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, സ്വാമിജി, ഞങ്ങൾ 3 പ്രകാരത്തിലുള്ള ആൾക്കാർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഒന്ന്, ഒരു സന്യാസി, ഭാരതത്തിൽ ഏത് സന്യാസി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. 2, ഒരു പൂജാരി, ഇന്ത്യയിൽ ഏത് ക്ഷേത്രത്തിലെ പൂജാരി വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കും. 3, ഒരു ബ്രാഹ്മണൻ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കും. വളരെ തമാശയുണ്ട്, രസകരമായ വസ്തുത. ഈ മന്ത്രം എന്താണ്? ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കുട്ടികൾ ഗീതയിലെ 15-ാം അധ്യായം ചൊല്ലിക്കൊണ്ടിരിക്കുക. അതിൽ പറഞ്ഞ മന്ത്രം എന്താണ്? അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളും ഗീതയൊക്കെ പറയുന്നു, വിശന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു അഗ്നിയാണ് കത്തുന്നത്. ഈ അഗ്നിയെ ആയുർവേദത്തിന്റെ ഭാഷയിൽ ജഠരാഗ്നി എന്ന് പറയുന്നു. ഗീതയുടെ ഭാഷയിൽ ഇതിനെ വൈശ്വാനര അഗ്നി എന്ന് പറയുന്നു. ഗീത പറയുന്നു, ആരുടെ ഉള്ളിലാണോ വൈശ്വാനര അഗ്നി പ്രോത്സരിച്ചത് അത് ഭഗവാന്റെ അവതാരമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഭഗവാന്റെ അവതാരത്തോടുകൂടി ആര് നിങ്ങളുടെ വീട്ടിൽ വിശന്നു വരുന്നുവോ മനസ്സിലാക്കുക, അയാളുടെ ഉള്ളിൽ വൈശ്വാനര അഗ്നിഭാവത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുകയാണ്. അന്നപാനീയങ്ങൾ കൊടുത്താൽ വലിയ പുണ്യം കിട്ടും എന്ന ശ്ലോകം ചൊല്ലിയിട്ടാണ് ആരെ പിടിച്ച് പുറത്താക്കുന്നത്? ഈ വിശന്ന് വന്നിരിക്കുന്ന ഭഗവാന്മാരെ. അപ്പൊ നോക്കൂ, ആശയം നോക്കൂ, ആശയം എത്ര ഉദാത്തമാണ്. അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഒരു ഏകത്വവുമില്ല, ഒരു കാരുണ്യവുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ മുരിക്കുമ്പുഴ ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠ നിർവഹിച്ചു. പ്രതിഷ്ഠാ സമയത്ത് ഒരുപാട് പേര് പല പല മൂർത്തികളെ കൊണ്ടുവന്നു. ഗുരുദേവൻ എന്താണ് അവിടെ പ്രതിഷ്ഠിച്ചത്? ഒരു ഫലകത്തിൽ 4 വാക്കെഴുതി. എന്താണ്? സത്യം, ധർമ്മം, ദയ, ശാന്തി. ഈ 4 വാക്കാണ് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. ഇവിടെ നമ്മുടെ കാരമുഖ ക്ഷേത്രം, അതും ഗുരുദേവൻ പ്രതിഷ്ഠ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കാരമുഖ ക്ഷേത്രത്തിൽ ഗുരുദേവൻ പറഞ്ഞത് വിളക്ക് കൊണ്ടുവരും, അതിൽ ഒരു തിരി തെളിയിക്കും, അറിവിൻ്റെ ജ്യോതി വെളിച്ചമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു. ഇനി കാവങ്കോട് ക്ഷേത്രത്തിൽ എന്താണ് പ്രതിഷ്ഠ? കണ്ണാടിയാണ് പ്രതിഷ്ഠ.
അപ്പൊ ഈശ്വരൻ ജനസാമാന്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാകണം, അവിടെ അറിവുണ്ടാകണം, സത്യമുണ്ടാകണം, ധർമ്മമുണ്ടാകണം. അല്ലെങ്കിൽ ആ ദൈവത്തെ കൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഒരു ആചാര്യൻ എപ്പോഴും പറയുന്ന വാക്കാണ്, കാണാത്ത സ്വർഗത്തിന് വേണ്ടി കാണുന്ന ഭൂമിയെ നരകമാക്കി തീർക്കുന്നു മതങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ആരും സ്വർഗത്തെ കണ്ടില്ല, പക്ഷെ ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയെ നമ്മൾ പരസ്പരം വെട്ടി നരകമാക്കി മാറ്റുവാണ്. ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമായിട്ട് പറയുന്നു, ഒരു മതമാകുവതിൻ നിരപ്പതെല്ലാവരും ഇതുവാദികൾ ആരും ഓർക്കുവീല, പരമകവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിന്റെ രഹസ്യം ഇന്ന ശേഷം. എൻ്റെ മതം മാത്രം ഇവിടെ ഉണ്ടാകണം, എൻ്റെ മതം മാത്രം ഏക മതമാകണം എന്ന് കരുതി എല്ലാവരും പരസ്പരം ശ്രമിച്ചു കഴിഞ്ഞാലോ കലാപത്തിലല്ലേ നേരിടാവുള്ളൂ. പരമതവാദമൊഴിഞ്ഞ, അവന്റെ മതം തെറ്റാണ്, അവന്റെ മതത്തിലൂടെ പോയാൽ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന വാദമൊഴിഞ്ഞ പണ്ഡിതന്മാർക്കറിയാം ഏതൊരു മതവും ഉദ്ഘോഷിക്കുന്ന സാരമേകമാണെന്നറിയാം. അതുകൊണ്ട് ഒരിക്കൽ ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം നമ്മുടെ ചർച്ചയിൽ നിന്ന് വന്നു. എന്താണ് ആ ചോദ്യം? ഒരു യുക്തിവാദി, ഒരു നിരീശ്വരവാദി, അല്ലെങ്കിൽ ഒരു ഈശ്വര നിഷേധിക്ക് ധാർമ്മികനായി ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ എല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരാൾ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല, ഈശ്വര നിഷേധിയാണ്, അയാൾക്ക് ധാർമ്മികനായി ജീവിക്കാൻ പറ്റുമോ? ഇത് വലിയൊരു ചോദ്യമാണ്. കാരണം ഒരിക്കലും അതിൻ്റെ ഒരു സമാധാനമായിട്ട് പറയാം. ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസിദ്ധമായ വാക്യമാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ളത്. ഒരിക്കൽ ഗുരുവിനെ തന്നെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ ആ വാക്കിനെ ഖണ്ഡിച്ചു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറയും. ഇത് ഗുരുദേവൻ ആലുവയിൽ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു, അങ്ങനെ ശിഷ്യനല്ലേ, ഇങ്ങനെ ഗുരുവിന്റെ വാക്യത്തെ ഖണ്ഡിക്കാമോ? അങ്ങ് പറയുന്നു അങ്ങനെ, ശിഷ്യൻ അങ്ങനെ പറയുന്നു, അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. ഗുരുദേവൻ സഹോദരൻ അയ്യപ്പനെ ഉപദേശിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഗുരുദേവൻ എന്താണ് കൊടുത്തവരെ മറുപടി? ഗുരുദേവൻ പറഞ്ഞു, അയ്യപ്പൻ നിരീശ്വരവാദിയാണെങ്കിലും അയ്യപ്പന്റെ പ്രവൃത്തി ഈശ്വരീയമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ആലുവ പ്രദേശത്തെ ആ സ്ഥലങ്ങളിലെ പുലയ കുറവ സമുദായങ്ങള് ചാതുർവർണ്ണത്തിന്റെ, ജാതിയുടെ പേരിൽ ഏറ്റവും ദുരിതവും കഷ്ടപ്പാടും സങ്കടവും അനുഭവിക്കുമ്പോൾ അവരെ കൈപിടിച്ച് കെട്ടുവാൻ വേണ്ടി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു. അപ്പോൾ ആ പ്രവൃത്തിയല്ലേ ഈശ്വരീയത. അപ്പോൾ പ്രവൃത്തിയിൽ ധർമ്മമുണ്ടോ? നമ്മുടെ പ്രവൃത്തിയിൽ കാരുണ്യമുണ്ടോ? നമ്മുടെ പ്രവൃത്തിയിൽ സഹോദരങ്ങളോട് സ്നേഹമുണ്ടോ? മനസ്സിലാക്കുക, അത് തന്നെയാണ് ഈശ്വരീയത. അല്ലാതെ നാം അറിയാത്ത ഏതോ ഒരു ഈശ്വരനെ വിശ്വസിക്കുകയും നമ്മുടെ കർമ്മമണ്ഡലത്തിലേക്ക് വരുമ്പോൾ ശത്രുതയും വിഭാഗീയതയും വെച്ചു പുലർത്തുകയാണെങ്കിൽ ആ ഈശ്വരീയത കൊണ്ടോ ദൈവത്തെ കൊണ്ടൊരു കാര്യമില്ല. അപ്പൊ ഞാൻ ചെറിയ 2 ചോദ്യങ്ങൾ, വളരെ സമയം ഇല്ല, അതുകൊണ്ട് ചെറുതായിട്ട് മാത്രം പറയുന്നുണ്ട്. സ്വാമി പ്രബോധ തീർത്ഥയ്ക്ക് നന്മ തിന്മകൾക്ക് സ്വർഗ നരകം ഈ ജീവിതത്തിന് ശേഷമില്ലേ? നന്മ തിന്മകൾക്ക് സ്വർഗ നരകം ഈ ജീവിതത്തിൽ തന്നെ കിട്ടും, ഇതിന് ശേഷം കിട്ടുമെന്ന് ആരും ആശ്വസിക്കേണ്ട. വഴിയിലൂടെ നടന്നു പോവാണ്, കത്തിയെടുത്ത് കൊടുക്കുന്ന കുട്ടി ഉടനെ ജയിലിലാക്കും, വരെ കിട്ടിയില്ലേ? ഒരു പുണ്യപ്രവൃത്തി ചെയ്തു, എന്തെങ്കിലും വഴിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമോ ഒരു മനസ്സംതൃപ്തിയോ കിട്ടും. ഒരാൾ നടന്നു പോകുന്നു, അയാൾ അടുത്തൊന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചില്ല, വല്ലതും തരോ? ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ വയറും നിറയും, നിങ്ങളുടെ മനസ്സും നിറയും. ആ മനസ്സിന്റെ നിറവ് തന്നെയാണ് സ്വർഗം. അതുകൊണ്ട് അടുത്ത ജന്മത്തിലൊന്നും പ്രതീക്ഷിക്കേണ്ട, ഈ ജന്മത്തിൽ നല്ല പണി കിട്ടും, 8ന്റെ പണി കിട്ടും. അതുകൊണ്ട് നന്മയും തിന്മയും ചെയ്യും, ശ്രദ്ധിക്കുക. അടുത്തത്, ദൈവത്തിന് നാശമില്ലെങ്കിൽ ചൈതന്യമുള്ള വസ്തുക്കളും നശിക്കാതിരിക്കേണ്ട, നാശം എന്നുള്ളത് ആപേക്ഷികമാണ്. ഈ ബിൽഡിംഗ് ഇടിഞ്ഞുകൊള്ളിൽ വീണാൽ ബിൽഡിംഗ് നശിച്ചു എന്ന് പറയാം, പക്ഷെ കല്ലും മണ്ണും തമ്പി സിമെന്റൊക്കെ അവിടെ തന്നെയുണ്ട്. അപ്പം നാശം ഇത് വലിയൊരു വേദാന്തത്തിൽ ചർച്ചയായ വിഷയമാണ്. ഇത്രയും മനസ്സിലാക്കുക, ഒരു വസ്തുവിൻ്റെ നാശം നമ്മുടെ ഇന്ദ്രിയ പ്രത്യക്ഷതയുടെ അടിസ്ഥാനത്തിൽ നാം ഈ ഗ്ലാസിനെ കാണുന്നത് പോലെയല്ല, കുറച്ചും കൂടി സൂക്ഷ്മമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ഗ്ലാസിനെ കാണാം. ഇതിൻ്റെ മോളിക്കുലാർ തലങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിന് വേറൊരു ലെവലാണ്. ഓരോ ജീവിയും ഈ പ്രപഞ്ചത്തെ വസ്തുക്കളെ വീക്ഷിക്കുന്നത് അതിൻ്റെ ഇന്ദ്രിയക്ഷമതയ്ക്കനുസരിച്ചാണ്. ഒരു നമ്മൾ കാണുന്ന ഈ ഗ്രഹരൂപത്തിലുള്ളത് മാത്രമാണ് സത്യം എന്ന് കരുതേണ്ട, നാശം ആപേക്ഷികമാണ്. ഇത് വേദാന്തത്തിൽ വിശദമായി ചർച്ച ചെയ്ത വിഷയമാണ്, അത് പിന്നീട് എപ്പോഴും സംസാരിക്കാം. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൻ ഉപസംഹരിക്കുക. ഈ ക്രമത്തിൽ തന്നെയുള്ള ശ്രീമാൻ A.K.B. നായർ. ചോദ്യമാണ്, ദൈവസങ്കല്പം പ്രപഞ്ച ജീവജാലങ്ങളിൽ മനുഷ്യൻ മാത്രമല്ലേ ഉള്ളൂ? ദൈവസങ്കല്പം മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഓരോ മനുഷ്യൻ്റെയും ഫിസിയോളജി എല്ലാം ഒന്ന് തന്നെയല്ലേ? പ്രാർത്ഥന ദൈവസങ്കല്പമുള്ളവർക്കൊക്കെയുണ്ട്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എൻ്റെ കാഴ്ച പോയെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. കണ്ണ് എന്ന അവയവം എല്ലാവർക്കും ഒരുപോലെയല്ലേ? അപ്പോൾ
എല്ലാ സൃഷ്ടിക്കും ഒരുപോലെ, എല്ലാ സൃഷ്ടിയും ഒരുപോലെ തന്നെയാണ്. പല ദൈവങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ അതും വ്യത്യസ്തമായി വരുമല്ലോ. അപ്പോൾ എല്ലാ മതങ്ങൾക്കും ഒരേ ദൈവം തന്നെ എന്ന കാര്യം സംശയമില്ലാത്തതാണ് അല്ലേ? ഇങ്ങോട്ട് ചോദിക്കുകയാണ്. മനസ്സിലാക്കിയ കാര്യം, എല്ലാവരുടെയും ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും സ്നേഹിക്കപ്പെടേണ്ടവരും സ്നേഹിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യേണ്ടതല്ലേ? അവർ ചോദിക്കുകയാണ്. വാസ്തവം ശരിയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്, യാതൊരു സംശയമില്ല. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ അവിടെ വേറൊന്നും ചിന്തിക്കാതെ അത്തരം വിഷമങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. സാന്ദർഭികമായി പറയട്ടെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളുടെയും വെളിച്ചത്തിൽ ഇത്തരത്തിലുള്ള ഒരു മതസൗഹാർദ്ദപരമായ ഒരു യോഗം കൂടുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യവംശം തന്നെ ഇല്ലാതാവുന്ന തരത്തിലാണ് ഇപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇവിടെ സ്ത്രീ പീഡനവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും ഒക്കെ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. ഇതിനെതിരായിട്ട് നമ്മൾ ശബ്ദം മുഴക്കേണ്ടതല്ലേ? അവിടെ എല്ലാ മതങ്ങളും ഒന്നിച്ചെതിർക്കേണ്ട പല വിഷയങ്ങളുമുണ്ട്. അത്തരം വിഷയങ്ങളിലേക്ക് കൂടി നമ്മളുടെ ശ്രദ്ധ പോകേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാണ്. കാരണം കൊച്ചുകുട്ടികൾ വരെ പീഡനത്തിന് ഇരയായിത്തീരുന്ന ഒരവസ്ഥ സാക്ഷരതയുള്ള കേരളത്തിൽ സംഭവിക്കുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എല്ലാ മതക്കാരും വിശ്വാസികളും ഒന്നിച്ച് അതിനെതിരായി വാളെടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ബോധവൽക്കരണം നടത്തേണ്ടതല്ലേ? നമ്മുടെ പത്രത്താളുകളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ വരേണ്ടതല്ലേ? അങ്ങനെയെങ്കിലും ഒരു ചെറിയ തോതിൽ നമുക്ക് എല്ലാവർക്കും, എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കണം ഒരാശയം കൂടി ഞാൻ ഈ യോഗത്തിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, താങ്കൾ ശ്രീകൃഷ്ണ ദൈവമാണെന്ന് പറയുന്നു. നമ്മെപ്പോലെയുള്ള സൃഷ്ടിയാണല്ലോ, മനുഷ്യ സൃഷ്ടിയിലാണല്ലോ കൃഷ്ണൻ. അപ്പോൾ എല്ലാ മനുഷ്യരും ചൈതന്യമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എന്താണ് അർത്ഥം? അവരുടെ ചോദ്യം നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ ചിന്തയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആശയങ്ങളൊക്കെ ക്രമേണ അറിവിലൂടെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുക. ജനിച്ചോടനെ ആരും എല്ലാം മനസ്സിലാക്കിയത് വരില്ല. യൗവനകാലത്ത് എല്ലാം അറിഞ്ഞത് വരില്ല. യൗവനകാലത്ത് അതിശക്തമായി ബാധിച്ചവരൊക്കെ ഒരു 50 വയസ്സ് കഴിയുമ്പോൾ കാണാം അതിൽ നിന്ന് വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് പോകും. എത്ര ഉദാഹരണങ്ങളുണ്ട്. ഇതുവരെ പറഞ്ഞ ആളല്ല ഇങ്ങനെ മാറിയിരിക്കുന്ന ആശയം എന്നുള്ളത്. കാരണം നമ്മൾ ശരീരവും മനസ്സും അതുപോലെ തന്നെ ബുദ്ധിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്കൊരു ഗുരു ആവശ്യമാണ് ജീവിതത്തിൽ. ഗുരു, അത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അവർ പറയുന്ന വചനങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സുരക്ഷിതമായ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭഗവത്ഗീതയൊക്കെ നേരത്തെ പഠിച്ചതുകൊണ്ട് ശ്രീകൃഷ്ണ രൂപം ഒരു ഗുരുവായിട്ടാണ് ഞാൻ കാണുന്നത്. കൂടുതൽ അറിവ് എന്നേക്കാളും ഉണ്ട് എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. അതനുസരിച്ചാണ് ഞാൻ ആ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. വളരെ നന്നായിട്ടുണ്ട്. ഇന്നത്തെ ഈ ചർച്ച വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയ സുഹൃത്ത്, നേതൃത്വത്തിൻ്റെ സംഭാഷണം കേട്ട സമയത്ത് ഒരിക്കൽ നിത്യഗുരു അമേരിക്ക യാത്ര കഴിഞ്ഞ് വന്ന സമയത്ത് ഗുരു പറഞ്ഞു, ഈ തവണ അമേരിക്കൻ യാത്രയിൽ എനിക്ക് ദൈവത്തിൻ്റെ നിർവചനം കിട്ടി. അതെന്താണെന്നറിയാം? എന്ത് പറഞ്ഞാലാണോ നിന്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ എൻ്റെ പോക്കറ്റിൽ വന്ന് വീഴുന്നത്, ആ വിദ്യക്കാണ് ദൈവം എന്ന് പറയുന്നത്. ലോകത്ത് ശരിയാണത്. എന്താണെന്നറിയോ? ഇവിടെ ഈ സദസ്സ് മുഴുവനും നമുക്ക് ഈ വയറിൻ്റെ വിശപ്പുള്ള ആൾക്കാരില്ല. ഇവിടെ നമുക്ക് ജിജ്ഞാസയുടെ അറിവിൻ്റെ വിശപ്പാണല്ലോ. വയറിൻ്റെ വിശപ്പുള്ളതിൻ്റെ മുമ്പിൽ മതം പറയരുത്, ദൈവത്തെ പറ്റി ഒട്ടും പറയരുത്, പറയാനേ പാടില്ല. പിന്നെ ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇവിടെ ബഹുദൈവ ആരാധന കടന്നു വന്നു, അതിനെക്കുറിച്ച് 2 വാക്ക് പറയേണ്ടിയിരിക്കുന്നു. സമയമുണ്ടെങ്കിൽ ഒന്ന് പറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ സമയം സംഭവം ദൈവത്തിൻ്റെ മിസ്റ്ററിയെക്കുറിച്ച് ഞാൻ വ്യാകുലപ്പെടുന്നില്ല എന്ന് ബുദ്ധൻ പറഞ്ഞതാണ്. ഞാനെപ്പോഴും ഓർക്കാറുള്ളത് മനുഷ്യൻ്റെ വ്യാധികളാണ് പ്രശ്നം. അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നതും. അതുകൊണ്ടാണ് മതങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 2 ചോദ്യങ്ങളുണ്ട്. 2 ഭാഷ നടന്ന ചോദ്യങ്ങളാണ്. എഴുതിയാൾ ഗൗരവത്തിൽ എഴുതിയതാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതിനു മുമ്പ് ഞാൻ മുസ്തഫ മൗലവിയോട് ചോദിച്ച ഒരു ചോദ്യം
അതിന് മറുപടി പറഞ്ഞതിലേക്ക് വരാം. അവരെ ചോദിച്ചത് മതങ്ങളുടെ മോശം വശങ്ങൾ മാത്രം അതിനെക്കുറിച്ച് മാത്രം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതിന് പകരം മതങ്ങളുടെ നല്ല ധാരകളെക്കുറിച്ച് അതിനോട് ചേർന്ന് പോകുന്നതല്ലേ ഉചിതം എന്നാണ്. അതിന് കാരണം അത് അവരോട് നമുക്ക് കലഹമില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയ സാമൂഹ്യ വിമർശകൻ എന്നാണ്. വിമർശിക്കപ്പെടേണ്ടത് മുഖ്യധാരയിൽ ശക്തമായി നിൽക്കുന്നത് എന്തോ, കുറേ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്തോ അതിനെ വിമർശിക്കുക എന്ന സാമൂഹ്യ ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പോകുന്ന ആളുകളോട്, ജ്ഞാനികളോട്, മനുഷ്യരോട് സ്നേഹം വെച്ച് പുലർത്തുന്നവരോട് കലഹമില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെയൊക്കെ സൗഹൃദം അങ്ങനെ നിൽക്കുന്നത്. ഇത് 2 ചോദ്യങ്ങളാണ്, വളരെ എളുപ്പത്തിൽ പറയാം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ വിശ്വാസമില്ലെങ്കിൽ എല്ലാ മതങ്ങളെയും വിമർശിക്കേണ്ട, ഇസ്ലാമിനെ മാത്രം വിമർശിക്കേണ്ട എന്നതാണ് ചോദ്യം. എല്ലാ ദൈവങ്ങളും പല പേരിൽ വിളിക്കുന്ന എല്ലാം ഒരു ശക്തിയല്ലേ? ഞാൻ ഒരു മതത്തെ വിമർശിക്കുന്നത് എല്ലാ മതങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ റിവേഴ്സ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം എന്നാണ് ആ ചോദ്യത്തിന് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് നിരീശ്വരവാദികളായ യുക്തിവാദികളിൽ തന്നെ ഏകീകരണമില്ലാത്ത പല ഗ്രൂപ്പുകളായി കാണുന്നതെന്നാണ്. ഒരു രസകരമായിട്ടുള്ള ചോദ്യമാണ്. എനിക്കറിയില്ല എന്നാണ് എൻ്റെ ഉത്തരം. ഞാൻ മനുഷ്യരായിട്ടാണ് കാണുന്നത്. ഞാനിപ്പോൾ ഇന്നും മൗലവിയോട് പറഞ്ഞത്, ഏത് കൂട്ടായ്മ കൊണ്ടും ഒരു ഗുണമില്ല. കൂട്ടായ്മകൾ എന്നുള്ളത് വെറും പണിയാണ്. പിന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം, ചില പ്രവർത്തനങ്ങൾ നടത്താം. അതിനപ്പുറത്തേക്ക് മനുഷ്യർ വ്യക്തിതലത്തിൽ, സ്വാമി നേരത്തെ മറുപടി പറഞ്ഞു, എനിക്ക് ഒരു ഉത്തരമായിട്ട് തന്നു. വ്യക്തികളുടെ ഗുണം, വ്യക്തികളുടെ ധർമ്മചിന്ത, വ്യക്തികളുടെ നന്മ, വ്യക്തികളുടെ ചിന്ത, അത് തന്നെയാണ് നയിക്കുന്നത്. അത് 2 പേര് അപ്പുറം ഇപ്പുറം എന്ന് പറയുന്നത് 2 ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്. എൻ്റെ പിന്നിൽ വേറെ അണികളുള്ളതായിട്ട് ഞാൻ അറിയില്ല. ചോദ്യങ്ങൾക്ക് എനിക്ക് കാണിച്ചു തന്നാൽ ഉപകാരം. അത്രയാണ് പറയാനുള്ളത്. എന്നാലും ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ട് ഇതൊരു കൗതുകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സാറിന് അതിൽ എന്നെ അങ്ങനെ ഞാൻ അസ്പർശനാണല്ലോ, ദൈവനിഷേധി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. നന്ദിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം മുസ്തഫ മൗലവിയോട്. ഈ ചോദ്യം കിട്ടിയതോടുകൂടി ഇന്നത്തെ ഈ പ്രോഗ്രാം അർത്ഥവത്തായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചർച്ച നടത്തി പിരിഞ്ഞു പോവുക എന്നതിനപ്പുറം ഈ ചർച്ചയുടെ ഫലമായി ഉണ്ടാകുന്ന പുതിയ ഒരു കൂട്ടായ്മയും സ്വയം മനസ്സിലാക്കാനുള്ള വിവിധ മതാനുയായികളുടെ അറിയലും നടത്തിക്കൂടെ എന്നുള്ളതാണ്. ഇന്ന് രാവിലെ സ്വാമി എന്നോട് പറഞ്ഞിട്ടേ ഉള്ളൂ, ഇത് നമുക്ക് കേരളത്തിൽ ഒന്നാകെ പടർത്തേണ്ടതാണ്. എല്ലായിടത്തും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകണം. നിങ്ങൾ ഓരോരുത്തരും വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് ഒരു സന്ദേശമായി ഏറ്റെടുത്ത് അവിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ സന്നദ്ധരാകണം. തീർച്ചയായും ചെറിയ സദസ്സാണെങ്കിലും ഇത് പ്രമുഖമാണ്, വലിയ മാതൃകയാണ്. എല്ലായിടത്തും ഇതിൻ്റെ അലിയലുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഈ യോഗത്തിൻ്റെ സംഘാടകനായ, മുഖ്യ സംഘാടകനും ഏക സംഘാടകനുമായ ഹംസ മേലടിയെ ക്ഷണിച്ചുകൊള്ളു. ഹലോ, എൻ്റെ പേര് ഹംസ മേലടി, പയ്യൂർ സ്വദേശിയാണ്. സെൻറ്റർ ഫോർ ഇൻക്ലൂസീവ് ഇസ്ലാം ആൻഡ് ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു ബാനർ, അതൊരു സംഘടനയൊന്നുമല്ല, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മിസ്റ്റർ അബ്ദുള്ള അബൂബക്കർ ഞങ്ങൾക്ക് പ്രചോദനമാണ്. ഇവിടെ ഭാരതീയ സെമിറ്റിക് വേദങ്ങളിലെ ദൈവസങ്കല്പം എന്നുള്ള ചർച്ചയിൽ പങ്കെടുത്തത് ഒരു സൗന്ദര്യ മത്സരം പോലെ നടത്തിയതുപോലെ തോന്നുന്നു. ആരാണ് ഈ സൗന്ദര്യ രാജാവ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഓരോരുത്തരും അവരവരുടെ കർത്തവ്യം അതിമനോഹരമായി പറഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞ സബ്ജക്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ആ സബ്ജക്റ്റുകളിലെ നിർവചനം അതാത് സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട CH മുസ്തഫ മൗലവി കൊടുത്തിരുന്നു. ഒരു വ്യത്യസ്തമായ രൂപത്തിലുള്ള സമീപനമായിരുന്നു ജനാബ് നാസർ ഫൈസി കൂടത്തായി നടത്തിയത്. സാധാരണ കേൾക്കുന്ന ഒരു മതപ്രസംഗമായി തോന്നിയില്ല. ശ്രീമദ് സ്വാമി പ്രബോധ തീർത്ഥ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തൊരു പേര് തന്നെയാണ്. ഇതൊരു പ്രബോധനത്തിൻ്റെ ഒരു പത്മതീർത്ഥം തന്നെയാണ് താങ്കൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ജീവിതത്തിൽ 2ാം വട്ടമാണ് ഞാൻ താങ്കളെ കാണുന്നത്. ആദ്യം കണ്ടപ്പോൾ തന്നെ അങ്ങ് പിടിച്ചു, ഇഷ്ടമായി, നല്ല ബോധ്യം. ഫാദർ സേവിയർ ധർമ്മേൽ SJ, അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് ഇന്നാണ്. ഫോൺ നമ്പർ കിട്ടിയപ്പോൾ വിളിച്ചപ്പോൾ എന്തൊരു ലാളിത്യം, ഒരു ട്രാങ്കുലിറ്റി കിട്ടി മനസ്സിന്. ഞാനും എത്തിക്കോളാം, തിരുവനന്തപുരത്താണ്, അങ്ങ് എത്തും.
സമയം കിട്ടണം, അത്രയേ ഉള്ളൂ. 5:30 വരേണ്ട അദ്ദേഹം 4:15 ഇവിടെ എത്തി. ബഹുമാനപ്പെട്ട ആധ്യാത്മിക ആചാര്യശ്രീ AKB നായരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം പരിചയപ്പെട്ടപ്പോൾ വളരെ റെസപ്റ്റീവായി അദ്ദേഹം നമ്മളെ കൂട്ടത്തിൽ വന്നു. ശ്രീ ജയരാജ് ഭാരതി മഹാഭാരതത്തിൽ പിറന്ന അപൂർവ ജന്മങ്ങളിൽ ഒന്നായിട്ട് തന്നെ ഞാൻ താങ്കളെ കാണുന്നു. ലിയാഖത്തലി 1-2 വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ ഏറെക്കുറെ അദ്ദേഹത്തിനെ സ്വാധീനിക്കാവുന്ന ചില മേഖലകളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം വളരെ റിസപ്റ്റീവായിട്ടുള്ള ഒരാളാണ്. പറഞ്ഞതിൽ ഒരു പോയിന്റ് വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈ വി ഹാവ് ടു ഹാവ് ലോട്ട് ഓഫ് അമ്പലംസ് ആൻഡ് പള്ളിസ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. CH മുസ്തഫ മൗലവിയെ പറ്റി ഒന്നും പറയേണ്ടത്, നാമം മാത്രം ധാരാളം. ഇവിടെ സന്യാസിമാരിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു കാര്യം സ്വാതന്ത്ര്യം എനിക്കറിയില്ല. വാസാസി ജീർണാണി യഥാവിഹായ എന്ന് ഞാൻ എപ്പോഴും എൻ്റെ യോഗങ്ങൾ പറയുന്നത് പോലെ മുഷിഞ്ഞ വസ്ത്രങ്ങളും മുഷിച്ച ചിന്താഗതികളും മുഷിഞ്ഞ ധാരണകളും മാറ്റാനുള്ള സമയമാണ്. ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു, മൗലവിയും പറഞ്ഞു. ഇവിടെ ഇത് കേരളം ഒന്നാകെ പടരും, ഒരു സംശയവും. സെൻറ്റർ ഫോർ ഇൻക്ലൂസീവ് ഇസ്ലാം ആൻഡ് ഹ്യൂമനിസം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 140 ആൾക്കാർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഏകദേശം ഒരു 46 ആൾക്കാർ മാത്രം. ഒടുക്കത്തെ കല്യാണമാണ് ശനിയും ഞായറും, അറിയാലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നു പോയത്. എന്നാലും കനൽ ഒരു തരി മതി, ഞങ്ങൾ ഇവിടെ നിന്ന് മുന്നേറും, ഒരു സംശയവും. വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും വളരെ സിൻസിയറായിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ എന്ന് വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. മുഴുവൻ പ്രാസംഗികന്മാർക്കും സ്വാമിമാർക്കും എല്ലാവർക്കും ആശംസകളും നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.